കേരളത്തിൽ രാവിലെ സ്വർണ്ണവില കുറഞ്ഞതിനു പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും താഴ്ന്നു. 320 രൂപയാണ് കുറഞ്ഞത്. ഇന്ന് മാത്രം 440 രൂപ കുറഞ്ഞു. നിലവിലെ സാഹചര്യം തുടർന്നാൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലും കുറഞ്ഞേക്കുമെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ രാവിലെ സ്വർണ്ണവില കുറഞ്ഞതിനു പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും താഴ്ന്നു. ആഭരണം വാങ്ങാൻ തീരുമാനിച്ചവർക്ക് ഇത് വലിയ ആശ്വാസമാണ്. വില ഇനിയും കുറയുമെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. ഓഹരി വിപണിയും ഡോളറും കരുത്താർജിക്കുന്നതാണ് സ്വർണ്ണവില ഇടിയുമെന്ന പ്രവചനത്തിനും കാരണം. കേരളത്തിൽ ബുധനാഴ്ച പവൻ വില 880 രൂപ വർദ്ധിച്ചിരുന്നു. ഇന്ന് രാവിലെ 120 രൂപ കുറയുകയാണ് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 320 രൂപ കൂടി കുറഞ്ഞു. അതായത് ഇന്ന് മാത്രം 440 രൂപയുടെ കുറവ്. നിലവിലെ സാഹചര്യം തുടർന്നാൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലേക്കും കുറഞ്ഞേക്കും. എങ്കിലും വിലയിൽ ചാഞ്ചാട്ടത്തിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 91,120 രൂപയാണ് വില. 22 കാരറ്റ് ഗ്രാമിന് 11,390 രൂപയായി കുറഞ്ഞു. 18 കാരറ്റ് ഗ്രാം വില 9,370 രൂപയും പവൻ വില 74,960 രൂപയുമാണ്. 14 കാരറ്റ് ഗ്രാം വില 7,300 രൂപയും പവൻ വില 58,400 രൂപയുമാണ്. 9 കാരറ്റ് ഗ്രാം വില 4,710 രൂപയും പവൻ വില 37,680 രൂപയുമാണ്. രാജ്യാന്തര വിപണിയിലും വിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇപ്പോൾ $4,065 ഔൺസ് വില. സ്വർണ്ണവില കുറയാൻ ഒരു കാരണം ഡോളർ സൂചിക ഉയർന്നു നിൽക്കുന്നതാണ്. 100.25 എന്ന നിരക്കിലാണ് ഡോളർ സൂചിക. എന്നാൽ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വൈകാതെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രചാരണം സ്വർണ്ണവില കൂടാൻ കാരണമാണ്. അതേസമയം ഡോളർ മൂല്യം കൂടുമ്പോൾ കൂടുതൽ പേർ ഡോളറിലേക്ക് ആകർഷിക്കപ്പെടും. മാത്രമല്ല ഓഹരി വിപണിയും സജീവമാകും. ഇത് രണ്ടും സംഭവിച്ചാൽ സ്വർണത്തിൽ നിക്ഷേപിച്ചവർ പിൻവാങ്ങി ഡോളറിലേക്കും ഓഹരി വിപണിയിലേക്കും തിരിച്ചെത്തും. ഈ മാറ്റം സാധ്യമായാൽ സ്വർണ്ണവില കുറയും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.